അസ്സലാമു ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉമയനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത്താക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നൂറ വ്ളോഗ്സ്. ഇത്താക്ക് തോന്നിയിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടാ. ഞാൻ ഒന്ന് യഥത്തിന് പിടിച്ച് നിൽക്കാൻ പറയും. നടക്കാൻ പറ്റുമോ ഇത്താ? ചെറിയ രീതിയിൽ നടക്കാൻ പറ്റും. അവിടെ പോയി ഇരിക്കും. തീരെ അവശതയുള്ള ഒരാളാണ്. ഇതാണ് ഇത്താൻ്റെ ചാനല്, നൂറ വ്ളോഗ്സ്. ഇതിനകത്ത് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ത. അപ്പോൾ ആ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത്. ബാക്കി ഇത്ത പറഞ്ഞോളൂ ഇത്ത. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് എനിക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. മറ്റു മനുഷ്യരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യട്ടെ, അങ്ങനെയെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റണം. എനിക്ക് സത്യം സംസാരിക്കാൻ വയ്യ. ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ എൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. എന്നെ വിളിച്ച് വഴി ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ശരിക്കും എന്താ വേണം, എനിക്ക് ഇരിക്കാനും വയ്യ എണീക്കാനും വയ്യ. എൻ്റെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ എനിക്ക് അമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റുമ്പോൾ ഒരാൾ വരുന്നതല്ലേ സന്തോഷം. വിഷമമുണ്ട്. ഒരു കുഞ്ഞെൻ്റെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് എണീറ്റും നിൽക്കാൻ വയ്യാത്ത സിറ്റുവേഷനിലായിപ്പോയി. എനിക്ക് 2-3 ടെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ആരും എന്നെ സഹായിച്ചില്ല ഇതുവരെ. അതിൽ നിന്ന് സഹായം വന്നില്ല. അല്ലാതെ എന്നെ 2 പേരും ചെറിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാതെ എങ്ങൊന്നും എനിക്ക് സഹായം വന്നിട്ടില്ല. എനിക്ക് ഏതെങ്കിലും സഹായം വന്നാൽ അത്ര എനിക്ക് തുടർ ചികിത്സകൾ ചെയ്യാൻ പറ്റും. എൻ്റെ നട്ടലിന് വയ്യ, 2 കിഡ്നിക്കും വീക്കം. ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് 3 മാസം, ഡിസംബർ മാസം മുതൽ, ഡിസംബർ 23 മുതൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. 2 പ്രാവശ്യം ബോധക്കെട്ട് വീണു, 1 പ്രാവശ്യം ടോയ്ലറ്റിൽ വീണു. അതിനുശേഷമാണ് ഈ നട്ടലിന് പെയിൻ കൂടുതൽ, ഇരിക്കാൻ സാധിക്കാത്ത. എനിക്ക് 5 മിനിറ്റ് തോന്നിയൊന്നും ഇരിക്കാൻ പറ്റില്ല. പോളാകുമ്പോൾ വേദനയിലാണ്. ഞാൻ ആശുപത്രി അഡ്മിറ്റായിരുന്നു. 1 പ്രാവശ്യം ബോധക്കെട്ട് വീണത് പോളയത്തോട് പള്ളിയുടെ അകത്തിട്ട് ഹോസിട്ട് മലമൂത്ര വിസർജനമൊക്കെ അടിച്ചു കളഞ്ഞ് എന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. എനിക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡില്ല. എല്ലാ ടെസ്റ്റും ഞാൻ പുറത്തുനിന്ന് ചെയ്യണം. എനിക്ക് ആകെയുള്ളതൊരു വയ്യാത്ത മകനാണ്. കിടപ്പിലായ മകനൊന്നും 3 വരുന്നതേ ഉള്ളൂ. എനിക്ക് കിടക്കാറില്ല. ഞാൻ അനിയത്തിയുടെ പ്രോപ്പർട്ടിയിലുള്ള വീടിനകത്താണ് കിടക്കുന്നത്. ഞാൻ വെച്ചതാണ്, പക്ഷേ അതൊരു നാളിൽ ഞാൻ തിരിച്ചറിയാതെ വെച്ചുപോയി. അതിൻ്റെ ആധാരങ്ങളൊന്നും നോക്കാതിട്ട് ചെയ്ത് അതിനകത്ത് താമസിച്ചു പോയവരാണ്. ആ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട്, എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ആശുപത്രിക്ക് വേണ്ടി കാണിച്ചു തരാം. ബാധ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ കയ്യിരിപ്പുണ്ട്. ആ കുട്ടിക്കുള്ളതാണ് പ്രോപ്പർട്ടി. എനിക്ക് പ്രോപ്പർട്ടിയൊന്നുമില്ല. എനിക്ക് ചികിത്സ ചെയ്യാൻ ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ഇല്ല, പോകാനുള്ള വണ്ടിക്കൂലിയില്ല. നിരവധി രോഗങ്ങളും, യൂട്രസിലും മുഴയും, ഇപ്പം കൈയും കാലും വേദന. എനിക്ക് താങ്ങാൻ വയ്യ. സത്യം ഒരു മരണം വാങ്ങിച്ചാൽ നല്ലത്. സത്യം മോളെ, ആ കുഞ്ഞിനെ ഇട്ട് ഞാനങ്ങനെ കഷ്ടപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ ഉമ്മാക്ക് വയ്യാത്ത ആശുപത്രിയിലല്ലാതെ നിന്ന് നോക്കി. അവർ ക്യാൻസറിൻ്റെ 4ാം ഘട്ടം അവർക്ക് വരാനില്ല. അവരെ നോക്കേണ്ട ഒരാളല്ലേ ഞാൻ. കുറച്ച് നാൾ ഞാൻ അവരെ നോക്കി. എന്നെ കൊണ്ട് നോക്കാൻ കഴിയില്ല. ആളുകളുടെ കൂടാതെ എനിക്ക് വേറെ ആരുമില്ല. ആളുള്ളതാ മോന. എത്രയോ വർഷമായി ഞാനും ആ കുഞ്ഞെ തനിച്ചാണ് ജീവിക്കുന്നത്. എനിക്ക് വിൽക്കാനും പറക്കാനും ഒന്നുമില്ല, ടെസ്റ്റുകൾ നടത്താനും. എൻ്റെ മുമ്പിൽ നീ വരുമെന്ന് പോലും എനിക്ക് സത്യം എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കുഞ്ഞ് എത്രയോ മനുഷ്യരുണ്ട് എൻ്റെ മുമ്പിൽ. ഞാൻ കണ്ടില്ല ആരും എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ സങ്കടങ്ങൾ പിടിക്കാനോ പറയാനോ ഒന്നും വന്ന് ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ മോൻ കിടന്നിട്ട് ഒരു സോഷ്യൽ മീഡിയ വന്നൊന്ന് യാചിക്കും. ഒരു മനുഷ്യൻ്റെ മുന്നിൽ കൈ നീട്ടാൻ പോലെ ഈ റൂമിനകത്തുള്ളത് വെച്ച് കൊടുത്ത് ഞാനിരുന്നപ്പോൾ ഞാൻ വീണിരിപ്പായി പോയി. ആ കുഞ്ഞിൻ്റെ അതിനെക്കൊണ്ട് പറ്റുന്ന നില എന്നെ നോക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് പറ്റുന്ന നിലയിൽ അതാ എൻ്റെ എല്ലാ കാര്യം എന്നെ പിടിച്ചോണ്ടാക്കുന്നതൊക്കെ. കോളേജിൽ പോകുമ്പോൾ മാത്രം ഞാൻ ആകെ വിഷമിച്ചു പോകുന്നത്. ആ സമയത്തേക്ക് പലതൂടെ കൊണ്ട് വെച്ചേക്കും. എടുക്കാൻ വെള്ളം കൊണ്ടുവന്ന് അടുത്ത് വെച്ചേക്കും. തുപ്പാൻ മാത്രം അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റിൽ പോയി ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം എനിക്ക് തിരിച്ചു വരാൻ വയ്യാതെ ഞാൻ ഈ സാഹചര്യം കൈക്ക് വയ്യാത്ത ഞാൻ മൊബൈലെടുത്ത് പിടിച്ചുകൊണ്ട് കക്കൂസിക്കൊണ്ട അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും മൂത്രമൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി സഹിച്ച് പിടിച്ച് കിടക്കും. ഇവിടെ ഒരു കസേര ഉണ്ടായിരുന്നു, അതിൻ്റെ കാലൊടിഞ്ഞു പോയി പുറത്തെടുത്ത് കളഞ്ഞ മൂത്രം ഒഴിക്കുമായിരുന്നു. ഇപ്പം അത് ഒടിഞ്ഞു പോയതുകൊണ്ട് കക്കൂസേര നടക്കാനുള്ള ശക്തി ഇല്ല. എന്നോളം ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ കാപ്പി കഴിക്കാനുള്ള ഒരു വരുമാനം ഇതുപോലും എനിക്കില്ല. ഒന്നുമില്ല. ഒരു വരുമാന മാർഗങ്ങളോ 1 രൂപ ബാങ്കിലോ ഒന്നും ഇല്ലാത്ത ഒരാൾ. ചിലയിടത്ത് ഇച്ചേക്കും പടച്ചോൻ ഇങ്ങനെട്ടൊക്കെ കഷ്ടപ്പെടുത്താതെ എന്നെ അങ്ങ് എടുത്തിരുന്നെങ്കിലും അപ്പോഴും പിന്നെ ഇച്ചേക്ക് ആ കുഞ്ഞെ കരാതായി പോയില്ലേ. അവൻ്റെ അടുത്ത് പറയാൻ അങ്ങനെയൊന്നും പറയല്ലേ ഉമ്മാന്ന് പറയും. വയ്യോടെ ഇത്രയും കാലം ഇടാത്ത ഒരു വീഡിയോയിലാണ് ഞാൻ. പക്ഷെ ഒരുപാട് മാനസികമായിട്ട് സമാധാനിപ്പിക്കുന്ന മനുഷ്യരെയൊക്കെ ഞാൻ അവിടെ കണ്ടു. ഒരുപാട് മനുഷ്യർ പ്രാർത്ഥിക്കുക, മനുഷ്യർ കമൻറ്റിലൂടെ സമാധാനം തരുന്നവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ എത്രയോ പേർക്ക് ആരെല്ലാം സഹായിക്കും. പക്ഷെ എൻ്റെ മുന്നിലേക്ക് ആരും സഹായമായിട്ടൊന്നും വന്നില്ല. 2 മനുഷ്യർ, ഒരു പെൺകുട്ടി പറഞ്ഞറിഞ്ഞാണ്
വേണ്ടിയെന്നല്ല, ഒരു പെൺകൊച്ച് പറഞ്ഞറിഞ്ഞ് 2 പെൺകുട്ടി ആളുകൾ എനിക്ക് 500 രൂപ ഇത് അയച്ചു തന്നായിരുന്നു. ഞാൻ എന്താ വാട്ടർ ബില്ല് പൊന്നാണ് സത്യം ഇത് കണ്ട 1 വർഷത്തെ ബില്ല് കട്ടുണ്ടാകുമെന്നാണ് 3 പ്രാവശ്യം ഇത് കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ തന്ന്. ആദ്യം കൊണ്ടുവന്ന് തന്നത് ജനുവരിയിലാണ്. 1 വർഷത്തെ പൈസ അടക്കണം. BPL ഒക്കെ ആയിരുന്നു. ഓളെ കുഞ്ഞ് കിടപ്പായിരുന്നില്ല. അപ്പം യൂറോപ്യൻ ക്ലോസറ്റിലല്ലേ കുഞ്ഞിനെ, അതിനിടയിൽ അതിൻ്റെ നട്ടെല്ലാം എഴുത്തു. ഓളെ ആ പഴുത്തത് പൈലോനായിട്ടുള്ള സൈനസ് എന്നും പറഞ്ഞ് പഴുത്ത് 14 ദിവസം അതിനകത്ത് മരുന്ന് വെക്കേണ്ടി വന്നു. കുഞ്ഞിനെ കമിഴ്ത്തി കിടത്തി. കുഞ്ഞ് നൂന്നപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്. അതിനും ഈ വയ്യാത്ത, ഈ ഡിസ്ക് വയ്യാത്ത, കിഡ്നി വയ്യാത്ത ഞാൻ തന്നെ നോക്കിയതുകൊണ്ട് എനിക്കിപ്പം വയ്യാത്തത്. 18 വയസ്സുണ്ടാ മകന്? 18 വയസ്സായി, കൃത്യം 18 വയസ്സായി. വയസ്സിലാ കിടപ്പിലാവുന്നത്. മയ്യനാട് സ്കൂളുകാരാണ് ആംബുലൻസ് വിട്ട് തന്നത്. പല ആവശ്യത്തിനും വിട്ട് തന്ന് അവൻ കിടപ്പിൽ കിടന്ന് സ്ക്രൈബിന് പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞ് എക്സാം എൻ്റെ അടുത്ത് പറഞ്ഞ ആ കുഞ്ഞ് വീഴുന്ന ഡിസംബറിനാ, ഡിസംബർ 6 കുഞ്ഞ് മാർച്ച് എക്സാം വരുമ്പോൾ കുഞ്ഞിന് കഴുത്തിറങ്ങൂല, നട്ടലിറങ്ങൂല. ആ കുഞ്ഞ് സൈല അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ് 2 ദിവസം വീതം കണ്ട കുഞ്ഞ് ആ എക്സാമിന് സ്വന്തം ആശയം അവൻ്റെ വായിൽ അവൻ ബുക്ക് കണ്ടിട്ടില്ല, ഒന്നും കണ്ട് പറഞ്ഞു കൊടുത്ത് അവൻ 998 മാർക്ക് വാങ്ങി. 1200 മെറിറ്റിൽ അഡ്മിഷനും കിട്ടി. ഇപ്പൊ കോളേജിൽ ആദ്യ സെമസ്റ്ററിൽ കോളേജിൽ ക്ലാസ് ടോപ്പറുമായി. അതിനും അവനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 500 രൂപയുടെ ഒരു അവാർഡ് കിട്ടി. അവനെന്ന നിധി തന്നെ എന്നെ ഇത്രയും നോക്കുന്നതും അവൻ തന്നെ എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും, ഉമ്മച്ചി എനിക്കറിയില്ല, എൻ്റെ ഉമ്മച്ചി കാര്യം അവനെ ഫോണിൽ വെച്ചോണ്ടാണ് ഞാൻ പോകുന്നത്. അവനെയും കൊണ്ടാ ഞാൻ എവിടെയും കറങ്ങാൻ പോകുന്നത്, എവിടുന്നും തിരിച്ചു വരുന്നത്. എവിടെ എനിക്ക് പോണം, ജംഗ്ഷന് പോകണം അവനെയും കൊണ്ട്, എവിടെ പോകണമെന്ന് ഞാൻ ആരോഗ്യമുള്ള കാലത്ത് അവനുമായിട്ടാണ് പോയി. ഇപ്പൊ ഈ 1 വർഷം കൊണ്ട് 3 മാസം കൊണ്ടാ പോണെ. അവനെ കൊണ്ട് ഇങ്ങും പോകാൻ പോയി. അവനും ആരോഗ്യം ഇല്ലാതെ കിടന്ന് പിന്നീട് ഇപ്പൊ ഞാനും വയ്യാണ്ട് ഇപ്പൊ അവനെ കൊണ്ടുവന്ന് ആശുപത്രി. അന്ന് കൊണ്ടുപോയത് മൊത്തം അവനെ ആശുപത്രി. ആംബുലൻസിൽ കിടന്ന് കാണുന്ന ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. പല മക്കളും കൂടി വന്നാ പിടിച്ച ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ ആയിരിക്കും ഞാൻ പിടിക്കുന്നത്. അതിന്റെ കാര്യം ആ 1 വർഷം ഞാൻ അത്രയും താങ്ങെടുത്ത് മറ്റുള്ളവർ പിടിക്കട്ടെ എന്ന് വെച്ച് മാറിയിരിക്കത്തില്ല. ഞാൻ എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ അത്രമേ താങ്ങി പിടിച്ച് ഞാൻ കൊണ്ടുകിടന്ന് നോക്കി. അപ്പൊ വയ്യ പൊന്നോളെ. അവന് ആഹാരം ഒരു പെരുന്നാൾ വന്നത് അമ്പ് സത്യം അവനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാനെന്ന മാതാവ് അവർക്ക് ഒന്നും കൊടുത്തില്ല. വസ്ത്രമൊന്നും കൊടുത്തിട്ട് പോട്ടെ, ഉള്ള വസ്ത്രം പോലും അന്നം വെച്ച് കൊടുത്തില്ല പൊന്നോളെ. എനിക്കത് ഭയങ്കര സങ്കടമുണ്ട്. വൈദ്യ ഉണ്ടായിരുന്നവരെ എന്റെ ദുനിയാവിൽ അവന് ജനിച്ച് അവനിക്ക് എന്നെ കൊടുക്കുന്ന സംഭവിച്ചു. അല്ലാത്തൊരവസ്ഥയിലൂടെ പഠിച്ചു കൊണ്ടുവന്ന ദുരിതം ഇങ്ങനെയുണ്ടോ? മാറി 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 കിടക്കട പോയി, കിടപ്പായി. എല്ലാ രീതിയിലും വിഷമവും ഇതിനെ പറ്റുന്ന മനുഷ്യരൊക്കെ എന്നെ സഹായിക്കണം. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ അധികം ആളുകളിലേക്കൊന്നും പോയില്ല. 10,000 സംതിങ് ജനങ്ങളെ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല. കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ ആരെങ്കിലും ഇടപെട്ട് എനിക്ക് ഒരു ഇൻഷുറൻസ് കാർഡ് തരുമെങ്കിൽ അതും ഒരു ഗുണകരമാണ്. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം ദുഃഖത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. എന്റെ മുമ്പിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലും ഇല്ല. മുടിയൊക്കെ ഇഷ്ടം പോലെയുള്ള ആളായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ട് വെട്ടിക്കളഞ്ഞു. എനിക്കിവിടെ കിടക്കാൻ വയ്യ പൊന്നോളെ. ഞാൻ പൂർണ്ണമായിട്ട് വെട്ടിക്കളഞ്ഞു. കിടന്നപ്പോ രാഷ്ട്രീയ ഹൈവേയുടെ നന്നാക്കലുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ടില്ലായിരുന്നു. 4-5 ദിവസം പകല് മൊത്തം കറണ്ടില്ല. ഞാൻ അവിഞ്ഞ് സഹിക്കാൻ വയ്യോളാം. വെപ്രാളം കൊണ്ട് ഇതിനകത്ത് കിടക്കാൻ വയ്യാന്ന് മൊത്തം മുടി ഞാൻ സലൂണിനെ പെണ്ണിനെ വിളിച്ച് വെട്ടിക്കൊടുത്തു. എനിക്ക് വയ്യ. എന്റെ തല വെപ്രാളം. എനിക്ക് ഞാൻ കിണറൊന്നും ഇല്ലാത്ത വസ്തു ഇല്ലയാണ്. ഞാൻ എത്രയോ വർഷം കൊണ്ട് പൈപ്പ് വെള്ളം ആ വെള്ളം ഈ കൊണ്ടുവന്ന് കട്ടിങ് ഇട്ടേക്കുന്നത്. അവരെനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവര് ബില്ലാ കൊണ്ടിട്ടേക്കുന്നത്. എന്റെ കുഞ്ഞ് കിടന്ന സമയത്തെ ബില്ലുകളായി 1 വർഷത്തെ 3 മോൻ എത്ര വയസ്സുണ്ട്? 18 വയസ്സായി. കൃത്യം 18 വയസ്സായി. അവനാണ് ചോറ് വെക്കുന്നത്. അവന് അവൻ 11 വയസ്സ് ഞാൻ കാലൊഴിച്ച് കിടന്നപ്പം തൊട്ട് ചോറ് വെക്കും. അവൻ ചോറ് വെക്കും, മുട്ട ഒരുക്കും, ചമ്മന്തി അരച്ചോണ്ട് തരും. ഇപ്പം നീ കണ്ട അവൻ കൂടി എല്ലാം കൂടെ അരിഞ്ഞ് അവൻ എന്തെങ്കിലുമൊക്കെ ആക്കി എന്റെ മുന്നിൽ എത്തി. എന്തിനാ പറയുന്നത്? എന്റെ ഡയപ്പർ വെച്ച് പോകുമ്പോ എന്റെ അത് ക്ലീൻ ചെയ്യുന്ന എന്റെ പൊന്നോൻ ആ സാധനം എടുത്ത് മാറ്റുന്നത്. എന്നെ കോളേജ് തൊട്ട് പള്ളിയുടെ അകത്തിട്ട് ഒറ്റ ആണുങ്ങൾ കയറാതെ കാക്കമാരെ മാറി ഞാൻ വൃത്തിയാക്കാം. എന്റെ ഉമ്മച്ചേർന്ന് ഞാൻ കോളേജത്തോട് പള്ളിയുടെ അകത്തിട്ട് ഹോസ് ഇട്ട് എല്ലാം അടിച്ച് കഴുകി കൊട്ടിയെന്ന് അജ്മി ഓട്ടോറിക്ഷക്കാരനറിയാം. അടിച്ച് കഴുകി എന്നെ പൊക്കി എടുത്ത് കൊണ്ടുപോയത് എന്റെ മോൻ. അവന് ഇതുവരെ എന്നെ നോക്കിയത് തന്നെ ഒരു ഉമ്മമാരെ മരണത്തോളം നോക്കുന്ന, വാർദ്ധക്യം വരെ നോക്കുന്ന അത്രയും തൊട്ട് അവനെ നോക്കി കഴിഞ്ഞു പോണെ. അവന് സ്വർഗം തന്നെ. അവന് ഇനിയുള്ള ജീവിതത്തിൽ ഒരു ആപത്തും ഇല്ലാതെ റബ്ബ് അവനെ കാക്കും. അത്രമാത്രം എനിക്ക്
അവന് വെയിറ്റ് ഒന്നും എടുത്തുകൂടാ. തലയുടെ ബ്യാക്കടിച്ച് പതുങ്ങിയിരുന്ന് നട്ടെല്ലാം പളിച്ചായി പോയുള്ള നാട്ടുകാരെല്ലാം കൂടെ ഓടി വന്ന് ഞാൻ മുട്ട് ഉപയോഗിച്ച് ചവിട്ടി ഡോറ് പൊളിച്ചെടുത്ത് അവനെ മെഡിക്കലിൽ കൊണ്ടുവന്ന്. അതും നിന്നെ കേൾക്കണം. കൊല്ലത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ മെഡിക്കൽ കൊണ്ടുപോയി. മെഡിക്കലിലായിരുന്നു. എത്ര ദിവസം ഒരു സ്ത്രീയായി ഞാൻ അവിടെ കിടക്കും. ഞാൻ ആരും ഇല്ലായിരുന്നു. ഇത് മെഡിക്കൽ കോളേജില് അവര് കെട്ടിയിരിക്കുന്ന നൂല. ഇത് കണ്ട എന്നെ കൊല്ലത്തുനിന്ന് വിട്ടെന്നുള്ള പേപ്പർ ഞാൻ കാണിച്ചു തരാം. ഇത് അവന്റെ MRI കേട്ടോ. ഇത് അവന് സിറ്റി ട്രാവൽ ചെയ്യാൻ പറ്റൂല എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അവന് ഇരിക്കാൻ കഴിയില്ല, ട്രാവൽ ചെയ്യാൻ പറ്റൂല എന്നുള്ള ഡേറ്റ് നീ കാണുന്നുണ്ടോ? 24 എൻ്റെ കുഞ്ഞ് വീഴുന്നേ. 23 ലാസ്റ്റ് ഡിസംബറിലാണ് വീഴുന്നത്. ഈ സർട്ടിഫിക്കറ്റ് തന്നത് പിറ്റേ മാസമായതുകൊണ്ട് അതിലങ്ങനെ ഡേറ്റ് കിടക്കുന്നത് 24. മെഡിക്കൽ കോളേജിലെ റോസ് പേപ്പർ അല്ലേ ഇതെല്ലാം. ഇതാണ് കൊല്ലത്തുനിന്ന് വിട്ട. അതിന്റെ പേപ്പർ എനിക്ക് നഷ്ടമായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ റെഫറൻസ് എഴുതിയേക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെതാണ് ഇത്. മെഡിക്കലിലേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്ത പേപ്പർ. ഇതെൻ്റെ പ്രിൻ്റേ ഉള്ളൂ. മറ്റേതിൻ്റെ ഇത് ആ യാത്രയിൽ ഒത്തിരി രേഖകൾ നഷ്ടപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളായിരുന്നു മോളെ എല്ലാം കൂടെ കൊണ്ടു കിടക്കാൻ. ഇത് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ എഴുതിയേക്കുന്നത്. ഇത് അവർ തന്ന MRIക്ക് തന്ന തുണ്ടാ. ഇത് അവിടുത്തെ മെഡിസിനിലുള്ള ഇത് മെഡിക്കലിലെ തന്നെ തുണ്ടുകളല്ലേ. ഇതിന് ഞാനൊരു ധനസഹായത്തിന് അപേക്ഷിച്ചിട്ട് 4 പ്രാവശ്യം റിജക്ട് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് പറയും ഫിനാൻഷ്യൽ എന്നും പറഞ്ഞൊരു പേപ്പറിനകത്ത് വില്ലേജിൽ നിന്ന് ഞാൻ അത് മേടിച്ച് തിരുവനന്തപുരം മെഡിക്കലിൽ പോയി ഡോക്ടറിൽ സർട്ടിഫിക്കറ്റ് മേടിച്ചു. 3 യാത്ര കുഞ്ഞിനെ ഉള്ളിലോട്ട് കിടത്തി തലേണ എടുത്ത് വെച്ച് അയലത്തുകാരെ ഏൽപ്പിച്ച് ഫോൺ ചെയ്ത് ഞാൻ ഈ വയ്യാത്ത ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ യാത്ര ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അവിടെ നിന്ന് എഴുതി തരും 1250 12,500 രൂപയെന്ന് എഴുതാൻ അറിയാത്ത ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരിക്കുന്നത്. ഞാനത് നോക്കിയിട്ട് പറഞ്ഞു സാറേ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താൻ പറ്റില്ല. സാർ ഇത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണല്ലോ 1200 എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ ഇത് എന്തോ സാറേ ചോദിച്ചപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ ഓർത്തോയിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കിയില്ലെന്ന്. എത്ര ദിവസം വെച്ച് ഞാൻ അതിനകത്ത് കിടന്നത്. ഇവരെന്തായാലും ഡിസ്ചാർജ് എഴുതാതെ വീട്ടിൽ പറഞ്ഞു വരാൻ എനിക്ക് കഴിയില്ലല്ലോ. എനിക്ക് ഡിസ്ചാർജ് എഴുതി എൻ്റെ വിട്ടതല്ലേ ഞാൻ വന്നത്. ഈ തുണ്ടിതാ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് MRIക്കുന്നതുണ്ടാ. അവർ പറഞ്ഞത് അവർ MRIക്ക് തന്നിട്ടില്ല. ഈ എഴുതിയിരിക്കുന്നത് MRI എന്ന് അല്ലേ. ഇത് മെഡിക്കൽ കോളേജിൻ്റെ തുണ്ടല്ലേ. എന്തായാലും ഈ സീൽ വെക്കാൻ എൻ്റെ കയ്യിൽ സീലില്ലല്ലോ. ഉണ്ടോ? ഈ സീൽ എനിക്ക് വെക്കാൻ പറ്റുമോ കുഞ്ഞെ? പറ്റുമോ? എൻ്റെ മകൻ്റെ പേര് തന്നെയല്ലേ ഇത് അല്ലേ. എൻ്റെ മകൻ്റെ വയസ്സും തന്നെയല്ലേ ഈ കൊടുത്തേക്കുന്ന ഏജ് 17 അല്ലേ. ഞാൻ വയ്യോച്ച എനിക്കിനി ഒരു ഉദ്യോഗസ്ഥടുത്ത് നീ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ മെഡിക്കൽ ഫിനാൻഷ്യൽ പേപ്പർ ഇതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ അവൈലബിൾ ഫിനാൻഷ്യൽ അസിസ്റ്റ്മെൻറ്റ് ഫോർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പേപ്പർ. ഇത് എഴുതിയേക്കുന്ന തുക നീ നോക്കൂ. 1250. നിനക്ക് ഞാൻ ഈ ബില്ല് ഞാൻ കാണിച്ചു തരാം. ഈ ബില്ലിൽ എന്താ വെച്ച് എഴുതിയേക്കുന്നത് 12,000 എന്നാണോ വെച്ച്. അവർക്ക് എന്ത് തെറ്റുകളും ചെയ്യാം. ഇതൊക്കെ തിരിച്ചു 4 പ്രാവശ്യം ഇതിനൊരു ഡോക്കറ്റ് നമ്പർ ഉണ്ടായിരുന്നു മോളെ. ഞാൻ ആ സ്ഥലം വലിച്ചെറി കളഞ്ഞു. എനിക്ക് വയ്യോളം ഇതിനൊന്നും നടക്കാനേ. ആ കുഞ്ഞിനെ ഇട്ടിട്ട് 3 പ്രാവശ്യം വീട്ടിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയത്. തിരിച്ചു വരുന്നതിനിടെ ഞാൻ അപ്പുറത്ത് അമ്പിളിയെ വിളിച്ചിട്ട് പറയും എൻ്റെ മോൻ ഉള്ളിൽ കിടക്കുന്ന ആ കടയിലെ ശൈലിയെ വിളിച്ചിട്ട് ഞാൻ പറയും അവളെ കൊണ്ട് വിളിപ്പിച്ചു. അമ്പിളിയെ കൊണ്ട് ഒന്ന് നോക്ക് എൻ്റെ കുഞ്ഞവിടെ ഉണ്ട്. എൻ്റെ ഫോൺ എടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു ദിവസം ഉറങ്ങിയപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി. എൻ്റെ കുഞ്ഞിനെ തലയ്ക്കടി പറ്റിയതാണ്. 3 പ്രാവശ്യം ബോധം പോയി. ആ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞ് മരിച്ചെങ്ങാണെന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ സത്യം അടുത്തൊരു കോളനിക്ക് വരുന്നവരെ ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലേ. ഞാൻ തിരിച്ച് പിന്നീട് ഇവിടെ വരുന്നത് കുഞ്ഞ് ഉറങ്ങിയതാന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് സഹായിക്കണം. ഞാൻ ഇവരെ കോണ്ടാക്ട് നമ്പരും ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കാം. ആരോഗ്യ ഇൻഷുറൻസ് സർക്കാരില്ല. സ്വന്തം വസ്തു ഇല്ലാഞ്ഞിട്ടും വേദനേര ചട്ടങ്ങളാണ്. ഞാൻ ആകെ വിധവാ പെൻഷൻ 1600 എന്തായാലും ഭർത്താവ് കൂടി ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് വിധവാ പെൻഷൻ ലഭിക്കത്തില്ലല്ലോ. ലഭിക്കുമോ? 18 വർഷം എഴുതിയ സർട്ടിഫിക്കറ്റ് ഞാൻ മണ്ണിൽ കാണിച്ചു തരാം. ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതെനിക്ക് വസ്തു എനിക്കില്ല എന്നുള്ളത്. ഇത് ഫസീല എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ വസ്തുവാണെന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടോ, എൻ്റെ പേര് നൂർജഹാൻ എന്നാണ്. ഇത് മൈനർ ഫസീല വക വസ്തു രസീയത്തിൻ്റെത് എന്നാണ്. ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റാണിത്. ഈ പ്രോപ്പർട്ടി എൻ്റെതല്ല. സത്യം അറിയാൻ വൈകിപ്പോയെന്നേ ഉണ്ട്. ഒരാൾ കയറി താമസിച്ചിട്ട് അവരോടെ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. അവർ തന്ന ദാനമായിരിക്കും ഒരിക്കൽ അറിയാതെ തന്നു കാണും. ഭർത്താവിനെ നശിപ്പിക്കുന്ന ഒരാളെ അവർ നശിപ്പിച്ചുകൊണ്ട് ആ കാലത്ത് പോയത് കൊണ്ടും എന്നെ അവർ സമാധാനിപ്പിക്കാൻ ചെയ്തവർ ചതിയായിരിക്കും. പോട്ടെ. ഇതൊക്കെ ഹോസ്പിറ്റൽ രേഖകളാണ് അല്ലേ. ഇത് പഴയ രേഖകളാണ്. ഇത് ഇത്രയും പുതിയ രേഖകൾ. അപ്പോൾ ഇവരെ ഒന്ന് സഹായിക്കണം. ആരെങ്കിലും ഗൂഗിൾ പേ നമ്പരും
അക്കൗണ്ട് നമ്പർ, ഫോൺ നമ്പരും വെക്കാം. ഫോൺ നമ്പറിൽ നിങ്ങൾ അക്കൗണ്ട് 2 കിഡ്നിക്കും വീക്കം. എനിക്ക് കണ്ണടയില്ലാതെ പറ്റൂലോളെ കാണാൻ. ഇതാ ഹൈഡ്രോനെഫ്രോസിസ്, 2 കിഡ്നിക്കും വീക്കാണ്. ഫാറ്റി ഇൻഫ്ലമേഷൻ ലിവർ, അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ക്യൂബ് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞോളൂ. അത് എഴുതിയേക്കുന്നുണ്ട. CT ക്യൂബ് ചെയ്ത് നോക്കണം. മരുന്നിട്ടുള്ള ഒരു സ്കാനിങ്, അത് കിഡ്നിയുടെ ഒരു ഇഞ്ചക്ഷൻ തന്ന് നോക്കുന്നത്. അന്ന് രാവിലെ ഞാൻ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. നീ നോക്കേ ക്രിയ. അപ്പം ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എന്താ പറയാനുള്ള പറ്റുന്ന മനുഷ്യരെന്നെ സഹായിക്കണം കേട്ടോ. എനിക്ക് നിലവിൽ നിങ്ങൾ ആരെങ്കിലും സഹായം ഇല്ലാതെ മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. പറ്റുന്ന രീതിയിൽ സഹായിക്കണം. സഹായിക്കാൻ പറ്റുന്ന മനുഷ്യരെ സഹായിച്ചാൽ മതി. സഹായിച്ചിട്ട് കിടന്ന് ബഹളം വെക്കുന്ന മനുഷ്യർ വേണ്ട. പറ്റുന്ന മനുഷ്യർ സന്തോഷത്തോടു കൂടി എന്തെങ്കിലും തന്നാൽ ചിലപ്പം എൻ്റെ ആരോഗ്യം നേരെയായി വന്ന ആ കുഞ്ഞ് ഞാൻ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റും. ഞാൻ സ്വന്തം മുതൽ ഒന്നും ചോദിക്കുന്നില്ല. എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പറ്റുന്ന മനുഷ്യരെന്നെ ഒന്ന് സഹായിച്ചു തരാനേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കൊന്നും വേണ്ട, വേറൊന്നും. ആരോഗ്യം മതി. 18 വയസ്സുള്ള മോനാണ് ഉമ്മാൻ്റെ 1, 2 കാര്യങ്ങളെല്ലാം നോക്കുന്നതുമല്ല. അപ്പം നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പോൾ ഈ വീഡിയോ, ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അമിത പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വീഡിയോ പിടിക്കുന്നത്. ഇതിനകത്ത് ഇവരെ ഫോൺ നമ്പരും വെക്കും, GP നമ്പരും വെക്കും. നിങ്ങൾക്ക് അക്കൗണ്ടിൽ ആർക്കെങ്കിലും ഈ പ്രൂഫുകളെല്ലാം നീ ഫോട്ടോ എടുത്തോണ്ട് പോണം കേട്ടോ. ഇൻഷാല്ലാ സമയത്ത് മനുഷ്യര് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ നിനക്ക് കാണിക്കാൻ ഈ ഡിസംബറിന് ശേഷമുള്ള ഈ ജനുവരിയിൽ ഇത്രയും റിപ്പോർട്ടുകളുണ്ട്. MRI ഉണ്ട്, 2 അൾട്രാസൗണ്ട് ഉണ്ട്, ഒരു CT സ്കാൻ ഉണ്ട്. ഇതാണ്ടാ ഇത് സാക്ഷ്യപത്രം. ഈ ഭർത്താവിൽ നിന്നുള്ള എൻ്റെ സാക്ഷ്യപത്രം. അതായത് എൻ്റെ വാട്ടർ ബില്ലായി വന്ന് കിടക്കുന്ന പൊന്നോട് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം. ഞാൻ ഇന്ന് വരെ അടച്ചിട്ടില്ല എൻ്റെ കുഞ്ഞ്. അപ്പോൾ ഇവർക്ക് കിണറില്ല, പൈപ്പ് വെള്ളം ഇതാണ് ഇത് ബില്ല് വന്ന് കിടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നവർ ഇമ്മയും മോനെയും ഒന്ന് സഹായിക്കണം. ഒരു വേദന ഇല്ലാത്തൊരു ഇത്രയേ ഉള്ളൂ. ഇത്തന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവർക്ക് ചാനലും ഉണ്ട്, നൂറാസ് വ്ലോഗ്. ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇത്ര ഇരുന്നില്ലേ. അസ്സലാമു അലൈക്കും.